കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത്. ഞാൻ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി. പരാതിക്കാരൻ പറഞ്ഞത് മുഴുവൻ വിശ്വസനീയമല്ല. 12 വർഷം പരാതി നൽകാതിരിക്കാൻ മതിയായ കാരണമില്ല. സംഭവം നടന്നെന്ന് പറയുന്ന ഹോട്ടൽ 2012 പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നമ്മളെ സംവിധായകൻ രഞ്ജിത്തിൻ്റെ പറ്റിയുടെ പരാതി വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സർക്കാർ ഒരു തരത്തിൽ നിക്കക്കല്ലില്ലാത്ത അവസ്ഥയിലായില്ല. മുകേഷിനും രഞ്ജിത്തിനുമെതിരെ പരാതി വന്നു. സർക്കാർ 4 കൊല്ലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രതിപക്ഷം ഏറ്റെടുക്കാൻ എനിക്ക് തോന്നുന്നു ഈ മുകേഷിനും ഈ രഞ്ജിത്തും ഒന്നും ഇതിനകത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷമൊന്നും ഇത്രമേ സ്ട്രോങ് ആയിട്ട് ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവായിരുന്നു. പക്ഷേ രഞ്ജിത്തിനെ പറ്റിയുള്ള പരാതി ഒരു ബംഗാളി നടി പരാതിപ്പെട്ടു. അതുപോലെ തന്നെ ഒരു യുവാവ് തന്നെ ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ആ യുവാവും പരാതിയുമായിട്ട് വന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പരാതി, യുവാവിൻ്റെ പരാതിയിലാണ് രഞ്ജിത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതിന് കോടതി പല നിരീക്ഷണങ്ങൾ നടത്തി. എനിക്ക് തോന്നുന്നു വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിരീക്ഷണം അതെന്ന് തോന്നുന്നു. കാരണം ഈ സംഭവം നടക്കുന്നത് താജ് ഹോട്ടലിൽ, ബാംഗ്ലൂരിലെ താജ് ഹോട്ടലിൽ 2012 ഇത് നടക്കുന്നതെന്നാണ് യുവാവ് പരാതി പറഞ്ഞിരിക്കുന്നതും പത്രക്കാരോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അന്ന് തന്നെ നമ്മൾ സംശയം ഉന്നയിച്ചായിരുന്നു നമ്മുടെ വീഡിയോയിൽ. നമ്മൾ സംശയം ഉന്നയിച്ചത് ഈ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മൾ ഉന്നയിച്ചത്. കാരണം അടുക്കള വാതിൽ വഴി പിന്നാമ്പുറത്ത് കൂടെ കയറിച്ചല്ല ക്യാമറ, ഇത്രയും വലിയൊരു ഹോട്ടലിൽ ക്യാമറയും സെക്യൂരിറ്റിയും ഒന്നും എല്ലാവരും വെട്ടിച്ച് ആരും കാണാതെ ഞാൻ അകത്ത് കയറി ചെന്നു എന്ന് ആ യുവാവ് പറഞ്ഞപ്പോൾ നമ്മളൊരു സംശയം ഉന്നയിച്ചായിരുന്നു. അപ്പം കോടതിയുടെ സംശയം അതൊന്നുമല്ല. 2015 പ്രവർത്തനം ആരംഭിച്ച ഹോട്ടലിൽ എങ്ങനെ 2012 ഈ സംഭവം നടക്കുന്നു എന്നാണ് കോടതി ചോദിച്ചത്. എന്താണ് കൃത്യം നമുക്കറിയില്ല. ഏതായാലും കോടതിയുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണം, രഞ്ജിത്തിന് ജാമ്യം കൊടുക്കാനുള്ള സാഹചര്യം ഒക്കെ വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി. പരാതിക്കാരൻ പറഞ്ഞത് മുഴുവൻ വിശ്വസനീയമല്ല. 12 വർഷം പരാതി നൽകാതിരിക്കാൻ മതിയായ കാരണമില്ല. സംഭവം നടന്നെന്ന് പറയുന്ന ഹോട്ടൽ 2012 പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇക്കാര്യങ്ങളിൽ പറഞ്ഞത്? പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രഞ്ജിത്തിന് 1 മാസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. ആ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ യുവാവിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമായ കാര്യങ്ങളല്ല. 2015 ഈ യുവാവ് പറയുന്ന ഹോട്ടൽ, താജ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ ഈ സംഭവം നടന്നത് 2012 അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന പ്ലേസ് ഓഫ് ഒക്കറൻസ് തന്നെ വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് ആണ്. അത് തെറ്റിപ്പോയിരിക്കുന്നു. മാത്രവുമല്ല 12 വർഷക്കാലം ഈ പരാതിയുമായി യുവാവ് രംഗത്ത് വരാതിരുന്നതിനെയും കോടതി സംശയത്തോടുകൂടി നോക്കിക്കാണുന്നു. ഇങ്ങനെ 12 വർഷം ഈ പരാതി മൂടിവെക്കാൻ തക്കതായ കാരണം യുവാവിന് പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ മുഴുവൻ, പരാതിയിൽ പറയുന്ന മുഴുവൻ സംഭവങ്ങളും വിശ്വാസയോഗ്യമല്ല. ആ യുവാവ് പരാതിപ്പെടുന്ന ഈ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കോടതി നിരീക്ഷണങ്ങൾ കൃത്യമാണല്ലോ. പിന്നെ ഈ പരാതിയുടെ നിലനിൽപ്പ് തന്നെ ഒരു സംശയത്തിൻ്റെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കൃത്യമായുള്ള സ്ഥലവും സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലം പോലും വ്യക്തമാക്കാൻ ആ പരാതിക്കാരന് പറ്റിയിട്ടില്ല. അന്നേരം കേസിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ലേ. ഒരു കോടതിയാണ് നിരീക്ഷിച്ചിരിക്കുന്നത്, വേറെ ആരുമല്ല. എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി തന്നെ തീരുമാനിച്ച, കോടതിയിലുള്ള കേസ് കോടതി തന്നെ തീരുമാനിക്കട്ടെ അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുകേഷുമായിട്ട് ബന്ധപ്പെട്ട് മുകേഷിന് ജാമ്യം കൊടുത്തപ്പോഴും കോടതി ചില പരാമർശം നടത്തിയായിരുന്നു. കാരണം പീഡിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് മുകേഷ് കൊണ്ടുപോയോ എന്നൊക്കെയുള്ള ചില
പരാമർശങ്ങൾ കോടതി നടത്തിയത്. അങ്ങനെയാണ് മുകേഷിന് ജാമ്യം കിട്ടിയത്. അതുപോലെ ന്യൂ ഇയർ സന്ദേശം പീഡിപ്പിച്ച വ്യക്തിക്ക് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് മുകേഷിനൊരു സന്ദേശം ഈ യുവതി കൊടുത്തതായിട്ടും ഒക്കെ മുകേഷ് തെളിവുകൾ ഹാജരാക്കിയത്. അപ്പോൾ ഈ പരാതികളെ നമ്മൾ പലതും കണ്ടു. നിവിൻ പോളിക്കെതിരെയുള്ള പരാതി, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ ഒന്നാമത്തെ കാര്യമെന്ന് പറയൂ, സംശയത്തിൻ്റെ നെല്ലിൽ നിർത്താൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഇതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക അല്ലേ? ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഇതിനിടയിൽ നമ്മുടെ ഫീക്ക ട്രെയിനിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ബ്ലോഗ്. അത് നമ്മുടെ ഋഷിയുമായിട്ട് ബന്ധപ്പെട്ട, ഋഷിയുടെ മുടിയൻ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ചെന്ന് കഴിയുമ്പോൾ അഭിഷേക് ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു അഭിഷേക് ചില കാര്യങ്ങൾ നമ്മുടെ ഫീക്ക ട്രെയിനിൻ്റെ സായി കൃഷ്ണയോട് പറയുന്നുണ്ട്. ആ ബ്ലോഗിൽ പറയുന്നുണ്ട്, തന്നെ ആരോ സമീപിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ ആരോ സമീപിച്ചു. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പരാതിപ്പെടുന്നത്, അതുകൊണ്ട് പുരുഷന്മാരാരെങ്കിലും പരാതിപ്പെടണം, അതിന് തയ്യാറുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിഷേകയെ ആരോ സമീപിച്ചു എന്ന് പറയുന്നു. നമുക്കതിൻ്റെ കുറച്ച് ഭാഗമേ ഉള്ളൂ. ആ വീഡിയോയ്ക്കകത്ത് ഒരു വലിയ വീഡിയോ ആണ്, അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതാണ്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അതൊന്ന് കേൾക്കാം. നമ്മുടെ അഭിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ അഭി. എന്താണ്? someone called you? Yeah. Somebody called me and asked me like, ഇപ്പം നമ്മുടെ സ്ത്രീകളല്ലേ പറയുന്നുള്ളൂ ഹേമ കമ്മീഷനിൽ ഇപ്പം ആക്ടേഴ്സിനെതിരെ. അപ്പം ഒരു ആണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ആണുങ്ങൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഫെയിം കിട്ടും എന്ന് പറഞ്ഞിട്ട് എനിക്കും കോൾ വന്നു. ഇനിഷ്യേറ്റീവ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഋഷിയുടെ കല്യാണത്തിൽ വന്നപ്പോഴാണ് ഈ കേസ് പറഞ്ഞത്. ലോട്ട് ഓഫ് ദിസ് ഫേക്ക് തിങ്സ് ആർ ഹാപ്പനിങ്. സോ കുറെ പേര് ജെനുവിൻ ഉണ്ട്, കുറെ പേര് അതിനകത്ത് ഫേക്കും വരുന്നതുകൊണ്ട് ജെനുവിൻ ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഇതിലായി. ജെനുവിൻ ഏതാ ഫേക്ക് ഏതാന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. സോ ഫേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്പോയിൽ ചെയ്തു. അഭിഷേക് പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ഫേക്ക് വരുന്നുണ്ട്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഗൗരവതരമായ പല ചർച്ചകളും ഇങ്ങനെ ആരൊക്കെയോ ഇതിനകത്ത് കളിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വരുമ്പോൾ പഴയതുപോലെ ആൾക്കാർക്കും താല്പര്യമില്ലാതായിരിക്കുന്നു. ഇതെല്ലാം വെട്ടിയിലാണ്, തട്ടിയിലാണ്, ഓരോരുത്തർ എല്ലാം ഉടായിപ്പാണ് എന്നെല്ലാവരും കണക്കാം എന്ന് പറയുന്ന ലെവലിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ മാത്രമേ ഉള്ളൂ വ്യാജ പരാതികൾ ഇടയാക്കത്തുള്ളൂ. ഇപ്പം അഭിഷേകിനോട് ആവശ്യപ്പെട്ടു അത്രയും, അഭിഷേകും ചെന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് എന്തുമാത്രം നല്ല പരാതിയുണ്ട്, ഗൗരവതരമായ പരാതിയുണ്ട്, ഫേക്ക് പരാതി എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ ഒരാളോട് നമുക്ക് വിദ്വേഷം തോന്നി തുടങ്ങിയാൽ ഒരു പരാതിയുമായിട്ട് ഏതെങ്കിലും സ്ത്രീ വന്നാൽ മതി അല്ലേ, അവൻ്റെ ഇമേജ് ഇടിയും. എനിക്കതൊന്നും അതിനൊരു മാറ്റം വന്ന് നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വന്നു കഴിഞ്ഞപ്പോൾ നിവിൻ പോളി തൻ്റെ ഇടപൂർവ്വം മാധ്യമങ്ങളെ സമീപിക്കുകയും ഞാൻ കേസിന് പോകും എന്നൊക്കെ പറഞ്ഞു. അത് കേസൊക്കെ എന്തുമാത്രം നിലനിൽക്കും എന്നറിയില്ല. പക്ഷേ യുവതിയെ പൊളിച്ചടുക്കിക്കൊണ്ടായിരുന്നു പിന്നെ മാധ്യമങ്ങളൊക്കെ ഇടപെട്ടത്. ആകെ ഏകദേശം നമുക്ക് ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അതും കോടതിയിലുള്ള കാര്യമാണ്, കോടതി തന്നെ തീരുമാനിക്കട്ടെ ഇതിൻ്റെ ശരിയും തെറ്റുകളൊക്കെ. അതുപോലെ മുകേഷിനെതിരെയുള്ള പരാതി കോടതിയുടെ നിരീക്ഷണം നമ്മൾ കണ്ടു. ഇപ്പം രഞ്ജിത്തിനുള്ള എതിരെയുള്ള പരാതിയുടെയും കോടതിയുടെ നിരീക്ഷണം നമ്മൾ കാണുന്നു. അപ്പം കോടതി ഇതെല്ലാം വ്യക്തമായിട്ട് നിരീക്ഷിക്കുകയും എനിക്ക് മനസ്സിലാകാത്ത ഇത് കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇവരെല്ലാം മനഃപൂർവ്വം എന്താ പറയുന്നത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ പരിഹാസരാക്കാൻ വേണ്ടിയാണ് ഇത് ഫേക്ക് പരാതികൾ ഉണ്ടാക്കിയെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണ്ടേ? ഒരാൾക്ക് മാത്രമല്ല അഭിമാനവും ഒക്കെ ഉള്ളത്. ഇപ്പം സ്ത്രീകളുടെ മുഖം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം വരുന്നു. പക്ഷേ ഇതും മനുഷ്യർ തന്നെയല്ലേ, പുരുഷനായാലും മനുഷ്യൻ തന്നെയല്ലേ, അവർക്കെന്ത് ഒരു പരിഗണനയും കിട്ടാത്തത്? ഏതായാലും ഇത് കോടതി തന്നെ തീരുമാനിക്കട്ടെ. അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നത് വരുന്ന പരാതികളെല്ലാം ജെന്യുവൻ അല്ല. ഇതിനകത്തും ചില പാറ്റകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്.
നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ ഇതുമായിട്ട് കാണാം എന്ന് തോന്നുന്നു. മാധ്യമങ്ങൾ വലിയ പണ്ടത്തേൻ്റെ കൂട്ട് വലിയ സപ്പോർട്ട് കൊടുക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് കേട്ടോ. അവർക്ക് മനസ്സിലായി തുടങ്ങി ഇതിനകത്ത് ഒത്തിരി തരികിടകൾ വരുന്നുണ്ട് എന്ന്. അതറിഞ്ഞുകൊണ്ടാകാം. ഏതായാലും അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.